അന്ന് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അറിയില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ടാറ്റ ഇത്രയും വളർന്നെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ടാറ്റ IRA ആപ്പിനെ പറ്റിയാണ്. ഇന്റലിജന്റ് റിയൽ ടൈം അസിസ്റ്റ്. പലർക്കും ഈ ആപ്പിനെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് കേട്ടോ. കാര്യം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സബ്സ്ക്രിപ്ഷൻ ഫീ ഭയങ്കര കൂടുതലാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഭയങ്കര സ്ലോ ആണ് എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് മറ്റൊരു അഭിപ്രായമാണുള്ളത്. കാര്യം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഫീച്ചേഴ്സ് ഈ ആപ്പിലുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട, വളരെയധികം ഇഷ്ടപ്പെട്ട 2-3 ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളോട് പറയാം. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 3 ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ജിയോ ഫെൻസിങ്, 2 ടൈം ഫെൻസിങ്, 3 ലൈവ് ലൊക്കേഷൻ. ഈ ജിയോ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിനായിട്ട് ആക്സസറി ഷോപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി വർക്കിലോ നമ്മൾ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടി നമുക്ക് ജിയോ ഫെൻസ് ചെയ്യാം. ജിയോ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ചുറ്റും ഒരു സർക്കിൾ, ആ സർക്കിളിന് പുറത്തേക്ക് ഈ വണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. 2 ടൈം ഫെൻസിങ്. ടൈം ഫെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി എന്നാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സമയം മുതൽ നമുക്ക് വണ്ടി തിരിച്ചെടുക്കുന്ന സമയം വരെ നമുക്ക് ഒരു ടൈം ഫെൻസ് ചെയ്യാം. അതിനകത്ത് ഇത്ര കിലോമീറ്ററിൻ്റെ മുകളിൽ ഈ വണ്ടി ഓടിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതേപോലെ തന്നെ ലൈവ് ലൊക്കേഷൻ. നമ്മുടെ വണ്ടി ട്രാവൽ ചെയ്യുന്ന പാത്ത് അത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ നമുക്ക് വരുന്ന ആളുടെ ലൊക്കേഷൻ കാണാൻ പറ്റുമല്ലോ. അതേപോലെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് 3 വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടി നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതായത് വണ്ടി സ്കാൻ ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും എററുകളുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ട്രിപ്പ് അനാലിസിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രിപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഓടിച്ചു, ഏത് സ്പീഡിൽ ഓടിച്ചു, ടോപ്പ് സ്പീഡ് എത്രയായിരുന്നു, ആവറേജ് സ്പീഡ് എത്രയായിരുന്നു, നമ്മുടെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു, ആക്സിലറേഷൻ എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഫുൾ ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടും. ഈ ജിയോ ഫെൻസിങ് പോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് വാലറ്റ് പാർക്കിംഗ്. നമ്മൾ വണ്ടി വാലറ്റ് പാർക്കിങ്ങിന് കൊടുക്കുമ്പോഴും നമുക്ക് ഈ ജിയോ ഫെൻസിങ്ങിൻ്റെ സെയിം ഫീച്ചേഴ്സ് നമുക്ക് വാലറ്റ് പാർക്കിങ്ങിലും കിട്ടും. പിന്നെ വണ്ടി നമുക്ക് റിമോട്ട്ലി അൺലോക്ക് ചെയ്യാം, ഹോൺ അടിക്കാം, ലൈറ്റ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് എമർജൻസി കോൺടാക്ട്സ് സേവ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് SOS ബട്ടൺ ഉണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് SOS ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നേരെ ഇൻഫർമേഷൻ ആ നമ്പേഴ്സിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, വണ്ടി നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്ത് കളയാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടി മോഷ്ടിക്കപ്പെട്ടാൽ നമ്മുടെ വണ്ടി നമുക്ക് നമ്മുടെ ഫോണിലൂടെ ഇമ്മൊബിലൈസ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ അയാൾക്ക് ആ വണ്ടി ക്രാങ്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഫീച്ചേഴ്സ് ഇയർലി 2000 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഈ ഫീച്ചർ ടാറ്റയ്ക്ക് മാത്രമല്ല കേട്ടോ, പുതിയതായിട്ട് ഇറങ്ങുന്ന മിക്ക വണ്ടികൾക്കും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. കൂടാതെ ഇതേപോലെയുള്ള ഡിവൈസസ് അഡീഷണലി ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റൊരാളുടെ വണ്ടി മാറി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നു, എങ്ങോട്ട് ഓടിക്കുന്നു, ഏത് സ്പീഡിൽ ഓടിക്കുന്നു എന്ന് വരെയുള്ള ഇൻഫർമേഷൻ അതിൻ്റെ ഓണർ ചിലപ്പോൾ അറിയുന്നുണ്ടാവാം.